കേരളത്തിൽ കഴിഞ്ഞ മാസം ഒരു നിശബ്ദ ജൈവ വിപ്ലവം നടന്നു. 700 സ്ത്രീകൾ ചേർന്ന് നിശ്ചേതനമായൊരു പുഴയ്ക്ക് പുനർജന്മം നൽകി. കേരളത്തിൽ അത് വലിയ വാർത്തയായില്ല എങ്കിലും ദേശീയ അന്തർദേശീയ മാധ്യമങ്ങളിൽ പാരിസ്ഥിതിക അത്ഭുതമായി അത് വാഴ്ത്തപ്പെട്ടു. വൈകിയതിലുള്ള ക്ഷമാപണത്തോടെ ആ റിപ്പോർട്ട് നൽകുകയാണ് ഈ ലക്കം അടയാളം. ഇതടക്കം പാരിസ്ഥിതിക പ്രതീക്ഷയുടെ സകാരാത്മകമായ ചില റിപ്പോർട്ടുകളാണ് ഈ ലക്കം അടയാളത്തിൻ്റെ ഉള്ളടക്കം. ആലപ്പുഴ ബുധനൂർ പഞ്ചായത്തിലെ കുട്ടമ്പേരൂർ പുഴയെയാണ് 700 സ്ത്രീകൾ ചേർന്ന് പുനർജീവിപ്പിച്ചത്. പുഴ ശുചീകരണത്തിനിടെ ഒരു സ്ത്രീയുടെ ജീവൻ വരെ നഷ്ടപ്പെട്ടിട്ടും തൊഴിലുറപ്പ് തൊഴിലാളികൾ വർദ്ധിത വീര്യത്തോടെ വീണ്ടും യജ്ഞം ആരംഭിച്ചു. പെൺശക്തിക്കുള്ള ലോക മാതൃകയായി കുട്ടമ്പേരൂർ പുഴ ഇന്ന് 12 കിലോമീറ്ററിൽ നിർവിഘ്നം സ്വച്ഛമായി ഒഴുകുന്നു. ആ നിശ്ചയദാർഢ്യത്തിന് ആദരമറിയിച്ച് അടയാളം തുടങ്ങുന്നു. ഇത് കുട്ടമ്പേരൂർ പുഴ. മനുഷ്യരാൽ നിർമ്മിക്കപ്പെടുകയും മനുഷ്യരാൽ ധ്വംസിക്കപ്പെടുകയും മനുഷ്യരാൽ പുനരുദ്ധാനം ചെയ്യപ്പെടുകയും ചെയ്ത ഒരു പുഴ. ഒരു പതിറ്റാണ്ടുകാലം മൃതജലമായിരുന്നു. 700 സ്ത്രീകളുടെ സഹനപൂർണമായ കഠിനാധ്വാനത്തിലാണ് കുട്ടമ്പേരൂർ പുഴ വീണ്ടും ഒഴുകിയത്. ബുധനൂർ പഞ്ചായത്ത് ഭരണസമിതിയുടെ ഭാവനാസമ്പന്നമായ തീരുമാനങ്ങളും തൊഴിലുറപ്പ് തൊഴിലാളികളുടെ 30,000 തൊഴിൽ ദിനങ്ങളിലെ സമർപ്പണവും ചേർന്നപ്പോൾ കുട്ടമ്പേരൂർ പുഴ വീണ്ടും ഒഴുകി. 12 കിലോമീറ്റർ ദൈർഘ്യത്തിൽ ഭൂതകാല പെരുമയിലേക്ക് പുഴ ജലസഞ്ചാരം നടത്തി. ഇതൊരു ഭഗീരഥ പ്രയത്നത്തിലൂടെ ഉണ്ടായ മാതൃകയാണല്ലോ. ആളുകൾക്കാണെങ്കിൽ ത്വക്ക് രോഗമുണ്ടായി, ഡെങ്കിപ്പനി ഉണ്ടായി, കഴിഞ്ഞ 3 വർഷം മുമ്പ് ഒരു ശ്രമം നടത്തി ഒരാൾ മരിച്ചു. ഇങ്ങനെയൊക്കെ ഒട്ടേറെ പ്രതിസന്ധികളുണ്ട്. ആ പ്രതിസന്ധികളെയൊക്കെ അതിജീവിച്ചുകൊണ്ട് നടന്ന ഈ പ്രവർത്തനം തിരിച്ച സമൂഹത്തിനൊരു മാതൃകയാണ്, അനുകരണീയമാണ്. അതിനേക്കാളുപരി ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ പ്രദേശത്ത് ഇപ്പോൾ ധാരാളം ആളുകൾ കണ്ടു കാണും. ധാരാളം ആളുകൾ പശുവിനെ കുളിപ്പിക്കുന്നു, കുട്ടികൾ നീന്താൻ ഉപയോഗിക്കുന്നു. എല്ലാ ആളുകളുടെ കുടിവെള്ളം വഴിയുള്ള മറ്റെല്ലാ ആവശ്യങ്ങളും ഈ പുഴയാണ് അവർ ആശ്രയിക്കുന്നത്. ബുധനൂർ ഗ്രാമപഞ്ചായത്ത് ഹരിത കേരളം പദ്ധതിയിൽ ഉൾപ്പെടുത്തി 700 തൊഴിലുറപ്പ് തൊഴിലാളികളെ ഉപയോഗിച്ച് 40 ദിവസം കൊണ്ടാണ് അതിസാഹസികമായി പുനരുജ്ജീവിപ്പിച്ചത്. മുമ്പൊരു തൊഴിലാളി സ്ത്രീയുടെ ജീവൻ തന്നെ പൊലിഞ്ഞു പോയിട്ടും യത്നം ഉപേക്ഷിക്കാൻ ഗ്രാമീണ കൂട്ടായ്മ തയ്യാറായിരുന്നില്ല. അപകടം ഉണ്ടായ സാഹചര്യം തൊഴിലാളികൾ വള്ളത്തെ കയറിയപ്പോൾ പെട്ടെന്ന് വള്ളം പെട്ടെന്നൊരു ഉലാത്ത് പോലെ ഉണ്ടായി. അതിനകത്ത് പേടിയുള്ള തൊഴിലാളികൾ ഉണ്ടായിരുന്നു, അവരായിരുന്നു. പക്ഷെ അവർ പെട്ടെന്ന് പേടിയുടെ ഭയം കൊണ്ട് അവർ തന്നെ അതിനകത്തിരുന്ന് കാലിളക്കിയതാണ്. ചവിട്ടിയപ്പം ഈ വെള്ളം മറിയുകയാണ് ചെയ്തത്. പക്ഷെ ഞങ്ങൾക്ക് അന്നേരം ഉണ്ടായി, ഞങ്ങൾക്ക് അറിയത്തില്ല, ഇതിനെക്കുറിച്ച് ശരിക്കും വിവരിക്കാൻ അറിയത്തില്ല. കാരണം ഞങ്ങൾ നേരെ കണ്ട ഒരു ഞങ്ങളങ്ങനെ കാണാറില്ല. പക്ഷെ കണ്ടു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഉണ്ടായ ആ ഒരു അതിനോടൊപ്പം 5 തൊഴിലാളികൾ ഗുരുതരാവസ്ഥയിലായിരുന്നു. പക്ഷെ അവർ പെട്ടെന്ന് തന്നെ ഞങ്ങൾ പ്രഥമ ശുശ്രൂഷ എല്ലാവരും, ഞങ്ങളുടെ പഞ്ചായത്തും ഞങ്ങളുടെ നാട്ടുകാരും എല്ലാ സാമൂഹ്യ പ്രവർത്തകരും എല്ലാവരും ഞങ്ങൾ ഒന്നടങ്കം നിന്നുകൊണ്ട് സഹകരിച്ച് ഞങ്ങളെ ബാക്കിയുള്ള സഹോദരിമാരെ രക്ഷിക്കാൻ സാധിച്ചു. കുട്ടമ്പേരൂർ പുഴയ്ക്ക് ജലസമ്പുഷ്ടമായൊരു ഭൂതകാലമുണ്ട്. പുഴയുടെ അടിത്തട്ടിലുണ്ട് രാജവാഴ്ചയുടെയും പടയോട്ടങ്ങളുടെയും ജലമുദ്രകൾ. അച്ചൻകോവിലാറിനും പമ്പയാറിനും മധ്യേയുള്ള മനുഷ്യനിർമ്മിത പുഴയാണിത്. നമ്മുടെ ഈ പുഴ ഏതാണ്ട് ഒരു 600 വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടാക്കിയതാണെന്നാണ് പറയുന്നത്. മനുഷ്യനിർമ്മിതമാണ്. പമ്പയാറിനെയും അച്ചൻകോവിലാറിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന മനുഷ്യനിർമ്മിതമായ ഒരു നദിയായ സംഗതി. അപ്പോൾ ഇത് തിരുവിതാംകൂർ മഹാരാജാവ് പണിയിച്ചതാണെന്നാണ് പറയപ്പെടുന്നത്. പിന്നീട് മാർത്താണ്ഡവർമ്മ ഏതാണ്ട് 500 വർഷങ്ങൾക്ക് മുമ്പ് ഇതിൻ്റെ വഴി ഒരു ശകലം തിരിച്ചുവിട്ടു. കാരണം ഈ മലബാറിൽ നിന്ന് ടിപ്പുവിൻ്റെ പലയോട്ടക്കാലത്ത് വന്ന കുടുംബങ്ങളെ ഇവിടെ എണ്ണയ്ക്കായിട്ട് കൊണ്ടുവന്ന് താമസിപ്പിച്ചു. അപ്പോൾ അവർക്ക് ആവശ്യമായ തടികളും മറ്റ് സാധനങ്ങളും കൊണ്ടുവരുന്നതിനൊക്കെ ആയിട്ടാണ് ഇത് പുനഃസൃഷ്ടിച്ചത്. ഇരുവശത്തേക്കും ഒഴുകും എന്നതാണ് പുഴയുടെ അപൂർവത. പമ്പയാറിൽ ജലമുയർന്നാൽ
അച്ചൻകോവിലാറിലേക്കാണ് ജലപ്രയാണം. അച്ചൻകോവിലാറിൽ ജലമുയർന്നാൽ തിരിച്ച് പമ്പയിലേക്കും. അതുകൊണ്ടാണ് ഇരുതല മൂരിയെന്നും കായംകുളം വാളെന്നും ഈ പുഴയ്ക്ക് വിളിപ്പേരുണ്ടായത്. ഈ ആറിൻ്റെ സ്ഥിതി പണ്ടത്തെ സ്ഥിതി എന്ന് പറഞ്ഞാൽ, അതായത് എൻ്റെ ചെറുപ്പത്തിൽ ഒരു 10-20 വയസ്സ് ഉള്ള പ്രായമുള്ള സമയത്ത് നല്ല ശുദ്ധമായ വെള്ളം ഈ ആറ്റിൽ കൂടി ഒഴുകി ഞങ്ങൾ കുളിക്കുകയും തുണി അലക്കുകയും എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരുന്നതാണ്. അതിനുശേഷം ഇങ്ങോട്ട് വന്ന് ഇത് പോച്ച കയറി സഞ്ചാരയോഗ്യമായി ഇല്ലാത്ത രീതിയിൽ കുളിക്കാനോ ഒന്നിനും പറ്റാത്ത ഒരു സ്ഥിതിയിലാണ് ഈ ആറിൻ്റെ സ്ഥിതി. ഇപ്പം ഞങ്ങളിപ്പോൾ 2 വർഷം കൊണ്ട് 2-3 വർഷം കൊണ്ട് ഈ തൊഴിലുറപ്പിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ ഈ ആറ് വളരെ വൃത്തിയായിട്ടുണ്ട്. ബുധനൂർ പഞ്ചായത്തിലെ ഉളുന്തിയിൽ തുടങ്ങി പാണ്ടനാട് പഞ്ചായത്തിലെ ഇല്ലിമല മൂഴിക്കലിൽ അവസാനിക്കുന്നതാണ് ഈ മനുഷ്യനിർമ്മിത പുഴ. മുമ്പ് 120 മീറ്റർ വരെ പുഴയ്ക്ക് വീതി ഉണ്ടായിരുന്നെങ്കിൽ ഇന്നത് ശുഷ്കിച്ച് 20 മീറ്ററായി. ഞാൻ നദീതീരത്ത് താമസിക്കുന്നത്, എൻ്റെ വീട് ഇതിനപ്പുറത്ത് നദീതീരത്ത്. ഈ ഒരു കാലഘട്ടത്തിൽ ഈ വെള്ളം കോരി ഞങ്ങൾ കുടിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു. ആ കാലഘട്ടം കഴിഞ്ഞിട്ട് ഇത് 3-4 വർഷം കൊണ്ട് ഇപ്പോൾ വീണ്ടും ആ പൂർവ്വസ്ഥിതിയിലേക്ക് വരുത്താൻ വേണ്ടി ഞങ്ങൾ അത്യധികം പ്രോത്സാഹനം ചെയ്യുന്നുണ്ട്. എല്ലാ 14 വാർഡിലേതും പിന്നെ ഞങ്ങൾ ഈ തീരപ്രദേശത്ത് താമസിക്കുന്നുണ്ട്. ഞങ്ങളൊക്കെ മുൻകൈ എടുത്ത് പ്രവർത്തിച്ച് ഒരുപാട് ത്യാഗങ്ങൾ അനുഭവിച്ചാണ് ഈ രീതിയിൽ ഈ നദി ഇപ്പോഴിങ്ങനെ കാണുന്നത്. പണ്ട് ഇതൊരു വാണിജ്യ ജലപാതയായിരുന്നു. പ്രദേശത്തെ കരിമ്പ് ഫാക്ടറിയിൽ നിന്ന് ടൺ കണക്കിന് കരിമ്പുകൾ പുളിക്കീഴിലെ പഞ്ചസാര ഫാക്ടറിയിലേക്ക് കൊണ്ടുപോയത് ഈ ജലപാതയിലൂടെയാണ്. ഒരു കാലത്ത് ഈ ഏറ്റവും കൂടുതൽ ചരക്ക് ഗതാഗതം നടന്നുകൊണ്ടിരുന്ന നമ്മുടെ തിരുവല്ല പുളിക്കീഴ് കരിമ്പ് ഫാക്ടറിയിൽ ഏതാണ്ട് 7-8 ടൺ കരിമ്പുമായിട്ട് പൊയ്ക്കൊണ്ടിരുന്ന വള്ളങ്ങൾ ഉൾപ്പെടെ പൊയ്ക്കൊണ്ടിരുന്ന ഒരു നദി ഇങ്ങനെ ഉപയോഗിക്കാൻ പറ്റാതെ ഇതുപോലെ പോള കയറി പായൽ കയറി മൂടപ്പെട്ട് ഇങ്ങനെ നിശ്ചലാവസ്ഥയിലായത്. ഇപ്പോൾ മരിച്ചുപോയ ഒരു നദി അത് പുനരുജ്ജീവിപ്പിക്കുന്ന ഒരു പ്രവർത്തനമാണ് ഇവിടുത്തെ തൊഴിലുറപ്പ് തൊഴിലാളികളെ കൊണ്ട് നമ്മൾ ചെയ്യിപ്പിച്ചത്. പരുമല പാണ്ടനാട് അതിർത്തിയിൽ നെൽക്കിണ്ട എന്നൊരു തുറമുഖ നഗരം ഉണ്ടായിരുന്നെന്നും പായ്ക്കപ്പലിലെത്തുന്ന ചരക്ക് ഇതുവഴി കൊണ്ടുപോയെന്നും പഴമ്പാട്ടുണ്ട്. ഇത് വലിയ രീതിയിൽ ഇതിലൂടെ ജലഗതാഗതം അച്ചൻകോവിൽ മുതൽ മാവേലിക്കര എന്നിങ്ങനെ ആലപ്പുഴയ്ക്ക് എൻ റൂട്ട് ഷോർട്ട് കട്ടായിട്ടുള്ള ഒരു പാതയായിട്ടാണ് ഇതിനെ സൃഷ്ടിക്കപ്പെട്ടത്. പിന്നെ അതിനുശേഷം വലിയ വലിയ കേവ് വള്ളങ്ങൾ, പിന്നെ ബോട്ടുകൾ പോലും പോയിട്ടുണ്ട്. പിന്നെ പഞ്ചസാര മില്ലിലേക്കുള്ള കരിമ്പുകൾ, കയറുൽപ്പന്നങ്ങൾ, ഇതെല്ലാം ഇതിലൂടെ പൊയ്ക്കൊണ്ടിരുന്നത്. ഇവിടെ ഒരു ചൗക്കക്കടം എന്ന് പറഞ്ഞ സംഗതിയുണ്ട്. അത് ചൗക്ക എന്ന് പറഞ്ഞാൽ ഈ ടാക്സ് പിരിക്കുന്ന സ്ഥലമാണ്. രാജാക്കന്മാർക്ക് ടാക്സ് പിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സൗകര്യം വരെ ഉണ്ടാക്കി കൊടുത്തത് ചൗക്കക്കടം എന്ന് പറഞ്ഞ കടമുണ്ട്. അപ്പോൾ അത്ര വലിയ രീതിയിൽ ജലഗതാഗതം നടത്തിക്കൊണ്ടിരുന്നൊരു സ്ഥലമാണ്. ചെന്നിത്തല പള്ളിയോടം ആറന്മുളയിലേക്ക് കുട്ടമ്പേരൂർ പുഴ വഴി പോകണമെന്ന ആചാരനിഷ്ഠ ഉള്ളതുകൊണ്ട് ഒരു കൈവഴി മാത്രം കാലാന്തരത്തിൽ ബാക്കിയായി. ഇവിടെയൊക്കെയുള്ള ആചാരാനുഷ്ഠാനങ്ങളൊക്കെ ഈ നദിയുമായി ബന്ധപ്പെട്ടാണ്. ഇപ്പോൾ ചെന്നിത്തല പള്ളിയോടം വളരെ പ്രധാനപ്പെട്ട ചെന്നിത്തല പള്ളിയോടം പോയിക്കൊണ്ടിരിക്കുന്ന ഈ ആറ്റിലൂടെയാണ്. ഉത്രട്ടാതി വള്ളംകളി നമുക്കെല്ലാവർക്കും അറിയാവുന്ന പമ്പയിലാണ് ഉത്രട്ടാതി വള്ളംകളി നടക്കുന്നത്. അപ്പം വർഷങ്ങളായിട്ടുള്ള ഇവിടുത്തെ ആചാരാനുഷ്ഠാനങ്ങൾ, ജനങ്ങളുടെ സംസ്കാരം ഒക്കെ വളർന്നു വന്ന പുഴകളും ആറുകളുമായി ബന്ധപ്പെട്ട് വന്ന ജീവിത രീതിയിലൂടെയാണ്. അങ്ങനെയുള്ള ആറുകളൊക്കെയാണ് ഇപ്പോൾ നശിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനെ പുനരുജ്ജീവിപ്പിക്കുന്ന ഒരു ചിന്ത, ഒരു സമകാലീന ചിന്ത സമൂഹത്തിലാകെ ഉയർന്നു വന്നിട്ടുണ്ട്. കാലപ്രയാണത്തിൽ കരിമ്പ് കൃഷിയും ജലമാർഗ വാണിജ്യവും അസ്തമിച്ചു. പുഴയിലേക്ക് നിർമ്മാണങ്ങളും കയ്യേറ്റങ്ങളും ഉണ്ടായി. ഉളുന്തിയിൽ അശാസ്ത്രീയമായി നിർമ്മിച്ച പാലം മൂലം അച്ചൻകോവിലാറ്റിൽ നിന്നുള്ള ജലപ്രവേശം വിഘ്നപ്പെട്ടു. ഉളുന്തിയിൽ ഒരു പാലം സൃഷ്ടിച്ചു. ഈ പാലം അശാസ്ത്രീയമായിട്ടാണ് നിർമ്മിച്ചത്. ഇതിൻ്റെ ചുറ്റുപാടുമുള്ള ആ സ്ഥലങ്ങളിലേക്ക് പാലത്തിന് ആവശ്യമായി കൊണ്ടുവന്ന സാധനങ്ങൾ പണി കഴിഞ്ഞിട്ട് അത് അവിടെ കൊണ്ട് ഡംപ് ചെയ്തു. അതുകൂടാതെ അതുകൊണ്ട് എന്ത് സംഭവിച്ചു എന്ന് വെച്ചാൽ അച്ചൻകോവിലാറ്റിൽ നിന്ന് ഇങ്ങനെ ഇങ്ങോട്ട് തിരിയേണ്ടതിന് പകരം ആ മുനമ്പ് പോലെ നിൽക്കുന്നതിൽ തട്ടി വെള്ളം നേരെ അതിൻ്റെ റൂട്ടിൽ തന്നെ അങ്ങ് പോകാൻ തുടങ്ങി. ഇത് മാത്രമല്ല, പാലം ഉണ്ടാക്കി കഴിഞ്ഞ് അതിൻ്റെ ഒരു സ്പാൻ ഇപ്പോഴും മണ്ണുകൊണ്ട് നികന്ന് കിടക്കുക. അപ്പോൾ അത് മാറണം. ഈ മുനമ്പെടുത്ത് മാറ്റുന്നതിന് RDOയുമായി സംസാരിച്ച് സർവകക്ഷി സമ്മേളനം വിളിച്ച് നമ്മൾ ചെയ്തിട്ടുണ്ട്. കുട്ടമ്പേരൂർ പുഴ മൃതാവസ്ഥയിലായപ്പോൾ ബുധനൂർ, മാന്നാർ, ചെന്നിത്തല പഞ്ചായത്തുകളെ ഊഷരത ഗ്രസിച്ചു. കൃഷിയിടങ്ങൾ തരിശായി. മണൽവാരലും ചെളികുത്തലും മൂലം പുഴയിലെ ഒഴുക്ക് നിലച്ചു. ഗ്രാമവാസികളാകെ ജലക്ഷാമത്താൽ വലഞ്ഞപ്പോൾ ചരിത്രത്തിലെ പിഴവ് തിരുത്താൻ ബുധനൂർ പഞ്ചായത്ത് തയ്യാറായി.
2016-17 കാലഘട്ടത്തിൽ ഞങ്ങളുടെ പഞ്ചായത്ത് ഞങ്ങളെ തൊഴിലുറപ്പ് തൊഴിലാളികൾ മീറ്റന്മാരുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇങ്ങനെ ഒരു ആറിൻ്റെ ശുചീകരണ പ്രവർത്തനമായിട്ട് മുൻപോട്ട് പോകാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ എന്ന് പഞ്ചായത്തിൻ്റെ ഞങ്ങളുടെ തൊഴിലാളികളെ ശ്രദ്ധയിൽപ്പെടുത്തി. ആ ശ്രദ്ധയുടെ ഭാഗമായിട്ട് ഞങ്ങൾ തൊഴിലാളികളെ ആ വിവരം ധരിപ്പിക്കുകയും തൊഴിലാളികളെല്ലാം ഒന്നടങ്കം നല്ല ഒരേ മനസ്സോടുകൂടി പഞ്ചായത്തിലെത്തുകയും ഞങ്ങളുടെ പഞ്ചായത്തിൻ്റെ ഭരണസമിതി പറഞ്ഞ കാര്യങ്ങൾ അംഗീകരിക്കുകയും ആറിൻ്റെ വർക്ക് ഞങ്ങൾ ഏറ്റെടുക്കാൻ നല്ല ചുണക്കുട്ടികളായിട്ട് തന്നെ ഏറ്റെടുക്കാനുള്ള അബോധത്തോടു കൂടി ആറ്റിൽ വരികയും, പക്ഷേ ആറ്റിൽ വന്നപ്പോൾ ഇത് ആറാണെന്ന് ഞങ്ങൾക്ക് ഒരിക്കലും ഒരാറായിട്ട് കണക്ക് കൂട്ടാൻ ഞങ്ങൾക്ക് പറ്റില്ലായിരുന്നു. പുഴയോരം പങ്കിടാത്ത വാർഡുകളിലെ സ്ത്രീ തൊഴിലാളികളെ കൂടി ഏകോപിപ്പിച്ചാണ് പഞ്ചായത്ത് ഭരണസമിതി നദീ പുനരുജ്ജീവനം സാധ്യമാക്കിയത്. ഈ 12 കിലോമീറ്റർ ആയിട്ടുള്ള ഇതിനെ 14 വാർഡുകളുടെ ഭാഗമായി വിഭജിച്ചു കൊടുത്ത് അവർ 42ഓളം ദിവസത്തെ കഠിനാധ്വാനം, കാരണം ഇതിനകത്ത് ഇടയ്ക്കാണെന്നുണ്ടെങ്കിൽ അവർക്ക് പനി വരുന്നുണ്ടായിരുന്നു, അല്ലാതെ ഇഴജന്തുക്കളുടെ ഉപദ്രവമുണ്ട്, വളരെ വലിയ വിഷമുള്ള പാമ്പുകളുണ്ടായിരുന്നു, കൂടാതെ അട്ട എന്ന് പറഞ്ഞാൽ രക്തം കുടിക്കുന്ന അട്ടയാണ്. ഇത് ഒരു സമയത്ത് പിടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിനെ എടുത്തു മാറ്റണമെന്നുണ്ടെങ്കിൽ മറ്റേ ഉപ്പ് അങ്ങനെയുള്ള കാര്യങ്ങൾ ഇട്ടെങ്കിൽ മാത്രമേ ഇത് മാറത്തുള്ളൂ. കാരണം ഇത് പിടിക്കുന്ന സമയത്ത് അറിയത്തുമില്ലായിരുന്നു. ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ഈ രക്തം കുടിക്കുന്ന അട്ടയായിരുന്നു. പക്ഷേ ഇതിനെ എല്ലാം അവഗണിച്ചിട്ടാണ്, കാരണം പുരുഷന്മാർ പോലും ചെയ്യാത്ത പ്രവൃത്തിയാണ് വള്ളം തുഴയുന്ന കാര്യത്തിലായാലും ബാക്കിയുള്ള ഇത് വലിച്ചു കയറ്റുന്ന കാര്യത്തിലായാലും ഏറ്റവും കൂടുതൽ ശ്ലാഘനീയമായ പ്രവർത്തനമാണ് തൊഴിലുറപ്പ് തൊഴിലാളികൾ നടത്തിയത്. 700 സ്ത്രീകൾ ചേർന്ന് ഒരു പുഴയെ മൃതിയിൽ നിന്ന് ജീവവഴിയിലെത്തിച്ചു. വള്ളം വാടകയ്ക്കെടുത്തും മുളകൊണ്ട് ചങ്ങാടം പണിതുമാണ് സ്ത്രീകൾ മാലിന്യ നിർമ്മാർജ്ജന പ്രവർത്തനത്തിന് ഇറങ്ങിയത്. ഈ വലിയ നിലയിലുള്ള പൊല്യൂറ്റഡ് വാട്ടറായി, വലിയ നിലയിലുള്ള മോശം വെള്ളം ആകുന്ന സ്ഥിതിയിലേക്ക് ഈ ആറ് മാറി. വലിയ ദുർഗന്ധം, ഈ ആറ്റും ദുർഗന്ധം വമിക്കുകയായിരുന്നു. ആ സാഹചര്യത്തിലാണ് ഞങ്ങളുടെ പഞ്ചായത്ത് ഭരണസമിതിയും NREG വർക്കേഴ്സും കൂടി ചേർന്ന് സംയുക്തമായി ഈ ആറ് നവീകരിക്കുന്നതിനെക്കുറിച്ച് ആലോചിച്ചു. കുറച്ചു കാലങ്ങൾക്ക് മുമ്പ് ഈ ആറ് നവീകരിക്കുന്ന കുറേ പ്രവർത്തനങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. ഇപ്പോൾ വീണ്ടും നവീകരിക്കുന്നതിന് ശ്രമിച്ചു. 700-ോളധികം തൊഴിലാളികൾ, ഏതാണ്ട് 30,000 മാൻഡേയ്സ്, 30,000 അധ്വാന ദിവസങ്ങൾ വലിയ നിലയിലുള്ള കഠിനാധ്വാനം ചെയ്തിട്ടാണ് ഈ ആറിൻ്റെ നീരൊഴുക്ക് പുനഃസ്ഥാപിച്ചു. ശുദ്ധജലം ലഭിക്കുന്ന സാഹചര്യം ഉണ്ടായി. 2014-ൽ പരിശ്രമിക്കുകയും പരാജയപ്പെടുകയും ചെയ്ത കാര്യം 3 വർഷത്തിനിപ്പുറം സ്ത്രീകൾ സഫലമാക്കി. അങ്ങനെ പെൺകരുത്തിനാൽ പുഴ വീണ്ടും ഒഴുകി. കാരണം അവരുടെ ആ പ്രവർത്തനത്തെ മാത്രമാണ് നമുക്കിതിനകത്ത് മാനിക്കാനുള്ളത്. കാരണം അവരില്ലായിരുന്നുണ്ടെങ്കിൽ ഈ നശിച്ചുപോയ ഈ ആറ് ഒരിക്കലും തിരിച്ചു വരത്തില്ലായിരുന്നു. കാരണം ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അവരുടെ മാത്രം പ്രവർത്തനമാണ്, അവരുടെ കഠിനാധ്വാനമാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അവർക്ക് അവരുടെ ഏറ്റവും വലിയ ഈ പ്രവർത്തനത്തിന് മുതൽക്കൂട്ടായത് ഇവിടുത്തെ ബുധനൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ ഭരണസമിതിയും അതിൻ്റെ പ്രസിഡൻ്റായിട്ടിരിക്കുന്ന പണിക്കർ സാറ്, അദ്ദേഹം ഈ പ്രദേശത്തെ ഏറ്റവും വലിയ മുതിർന്ന ഒരു നേതാവാണ്. കുട്ടമ്പേരൂർ പുഴ വീണ്ടും ഒഴുകിയപ്പോൾ 5 കിലോമീറ്റർ ചുറ്റളവിൽ ജലസ്രോതസ്സുകളിൽ ഉറവകൾ ഉണർന്നു. ചെന്നിത്തല, മാന്നാർ, ബുധനൂർ പഞ്ചായത്ത് 3 പഞ്ചായത്തിനും പ്രയോജനകരമാകുന്ന രീതിയിൽ 12 കിലോമീറ്റർ ഓടുന്ന ഈ നദി, അപ്പം ഈ തൊഴിലുറപ്പ് തൊഴിലാളികളെ വെച്ച് നമ്മൾ ഇത്രയും അത് നീരൊഴുക്ക് സംജാതമായപ്പോൾ ഏറ്റവും കൂടുതൽ ഇതിൻ്റെ ഇരു കരകളിലുമായിട്ടുള്ള ശുദ്ധജലം ലഭ്യമല്ലാതിരുന്ന ഒരുപാട് കിണറുകളിൽ അതിൻ്റെ ശുദ്ധജലം ലഭ്യമായിട്ടുണ്ട്. അതുപോലെ തന്നെ കാർഷിക മേഖലയ്ക്ക് വളരെ ഉണർവായിട്ടുണ്ട്. കൂടാതെ ഈ നദികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശുദ്ധജലത്തിൽ ജീവിക്കുന്ന ഒരുപാട് മത്സ്യങ്ങൾ ഈ ശുദ്ധജലം ലഭ്യമല്ലാതെ ഈ വള്ളം ചീഞ്ഞു നാറിക്കഴിഞ്ഞപ്പോൾ മത്സ്യങ്ങൾ ചത്തുപൊങ്ങിയുണ്ടായി. ഇപ്പോൾ ഒരുപാട് മത്സ്യങ്ങൾ പമ്പതിൽ നിന്ന് അച്ചൻകോവിലിൽ നിന്ന് ഈ ആറ്റിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. പുഴജലം കൈത്തോടുകൾ നിറച്ചപ്പോൾ തരിശിടങ്ങൾ ഉർവരമായി. അങ്ങനെ കാർഷികോത്പാദനത്തിന്റെ പുതുചരിതവും എഴുതാനൊരുങ്ങുകയാണ് ബുധനൂർ. കാരണം കുടിവെള്ളക്ഷാമം പരിഹരിക്കാനും നിരവധിയായിട്ടുള്ള പാടശേഖരങ്ങൾ കൃഷിയോഗ്യമാക്കി എടുക്കാനായിട്ട് നമുക്ക് കഴിയും. എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് അങ്ങോട്ട് പോകുന്ന വഴിക്ക് പാടശേഖരം, ഇപ്പം വടപ്പുറം പാടശേഖരം, കരിക്കോണം പാടശേഖരം, അതുപോലെ നിരവധിയായിട്ടുള്ള പാടശേഖരങ്ങളുണ്ട്. അവിടെയൊക്കെ കൈത്തോടുകൾ ഈ കുട്ടമ്പേരിവാറിനെ ബന്ധിപ്പിച്ചു കൊണ്ട് പോകുന്നുണ്ട്. അപ്പോൾ ഇതിൽ കൂടെയുള്ള നീരൊഴുക്ക് സാധ്യമാകുവാണെങ്കിൽ ആ തോട്ടിൽ കൂടി വെള്ളം വരികയും അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് കൃഷിഭൂമി കൃഷിയോഗ്യമാക്കിക്കൊണ്ട് മാറ്റാനായിട്ട് കഴിയുമായിരുന്നു. പുഴയോര കയ്യേറ്റമൊഴിപ്പിക്കലും പുഴയുടെ ആഴം വർദ്ധിപ്പിക്കലുമാണ് ഇനിയുള്ള ദൗത്യം. അങ്ങനെ പുഴയുടെ ഭൂതകാല രൂപം വീണ്ടെടുക്കാനാവും. ആ കല്ല് കിടക്കുന്നിടത്തുനിന്ന് ഇപ്പോൾ വീണ്ടും ഒരു 10-20 അടി മേളിലോട്ട് കയറിയാണ് യഥാർത്ഥ സ്ഥലമുള്ളത്. 110 മീറ്റർ ആയിരുന്നു ഇതിൻ്റെ വീതി.
അതിശക്തമായ ഒഴുക്ക് അങ്ങനെ ഉണ്ടായിരുന്ന ഒരു സ്ഥലമാണ് ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്ന രീതിയിലുള്ള ഒരവസ്ഥയിൽ ഇതിനെ എത്തിച്ചത്. ഇതിപ്പോൾ മാറണമെങ്കിൽ ഈ കയ്യേറ്റം എടുക്കണം. ഈ കയ്യേറ്റം മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടി കഴിഞ്ഞ പ്രാവശ്യം തുടങ്ങിയതാണ്. 1 ലക്ഷം രൂപ സർക്കാരിൽ നിന്ന് അനുവദിക്കുകയും ചെയ്തതാണ്. പക്ഷേ അത് ഈ ചില ആളുകളുടെ ഇടപെടൽ ഇതിനകത്തുണ്ട്. ഇതിനകത്ത് താല്പര്യമുള്ള എൻക്രോച്ച് ചെയ്ത് വെച്ചിരിക്കുന്ന ആളുകൾ, കയ്യേറ്റക്കാരനായിട്ടുള്ള ആളുകൾക്ക് ചില താല്പര്യങ്ങളുണ്ട്. ഇത് അട്ടിമറിക്കപ്പെടുകയാണ് ചെയ്തത്. സംസ്ഥാന സർക്കാരിൻ്റെയും കേന്ദ്ര സർക്കാരിൻ്റെയും നല്ല സഹായമുണ്ടെങ്കിൽ ഈ ആറിൻ്റെ വീതി എന്ന് പറഞ്ഞാൽ ഇപ്പം 110 മീറ്റർ വരെ വീതിയുള്ള ഒരു ആറായിരുന്നു. പക്ഷേ ഇപ്പോൾ അത് 20-30 അപ്പുറത്തോട്ട് നമുക്ക് വീതി കിട്ടുന്നില്ല എന്നുള്ളത്. അപ്പോൾ അതിനകത്തിൽ നമുക്ക് മാറ്റം ഉണ്ടാകണം. പഴയ വീതി പുനഃസ്ഥാപിക്കണം. അത് ഡ്രഡ്ജിങ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്തിക്കൊണ്ട് ആറിനെ കുറച്ചുകൂടി ആഴം വർദ്ധിപ്പിച്ചുകൊണ്ട് എടുക്കുകയാണെങ്കിലും ഞാൻ പറഞ്ഞതുപോലെ അവിടുത്തെ ആ മണൽത്തിട്ടയും മാറ്റി 2 സ്പാനിൽ കൂടി വെള്ളം ഒഴുക്കുന്നതിനുള്ള സാഹചര്യം ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് ഈ ആറ് നല്ല രീതിയിൽ പണ്ടത്തെ പോലെ പഴയ ആ ഒരു പൈതൃകമായി നിന്ന ആ ആറെന്നുള്ള രീതിയിൽ നമുക്ക് കൊണ്ടുപോകാനായിട്ട് കഴിയുമെന്നുള്ളതാണ്. അതിന് 2 സർക്കാരിൻ്റെയും നല്ല സഹായം നമുക്ക് ആവശ്യമാണ്. ഞങ്ങളിപ്പോൾ ഇത് പിന്നെ ആറ് ഈ വെള്ളമൊഴുക്കൊക്കെ പുനഃസ്ഥാപിച്ച് ശുദ്ധിജലമായിട്ട് പോയാണ്ട് 1 മാസക്കാലമായി. പക്ഷേ വീണ്ടും ഇപ്പോൾ പായലായി കഴിഞ്ഞു. അപ്പോൾ ഇപ്പോൾ വീണ്ടും അവർ തൊഴിലുറപ്പ് തൊഴിലാളികൾ ഇറങ്ങി ഇത് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഒരു സ്ഥിരം പ്രോസസ് ആയിരിക്കണം, ഇല്ലെങ്കിൽ വീണ്ടും നശിച്ചു പോകും. ഇതിന് ഞങ്ങൾ ഒരു കർമ്മസേന രൂപീകരിക്കുന്നുണ്ട്. ഒരു ടാസ്ക് ഫോഴ്സിനെ രൂപീകരിച്ചുകൊണ്ട് സ്ഥിരമായി ഈ ആറ് നവീകരിച്ച് ഈ ആറിൻ്റെ ശുദ്ധജലം നിലനിർത്തുന്നതിന് ആവശ്യമായിട്ടുള്ള ഒരു സംരംഭമാണ് ഞങ്ങൾ ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്. എന്നാൽ ഉദ്യമത്തിൽ മറ്റൊരു ദുരന്ത തലം കൂടിയുണ്ട്. ദേശീയ തലത്തിൽ ശ്രദ്ധിക്കപ്പെട്ട ഒരു പരിസ്ഥിതി പുനഃസ്ഥാപന പ്രവർത്തനം വിജയകരമായി പൂർത്തിയാക്കിയിട്ടും തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ഇതിൻ്റെ വേതനം ലഭിച്ചിട്ടില്ല. സ്കൂൾ തുറക്കാൻ കാലമായിട്ടും കൂലി കിട്ടാതെ ദുരിതകാലം തള്ളി നീക്കുകയാണ് തൊഴിലാളികൾ. 50 ദിവസം ഞങ്ങൾ ഈ ദൗത്യം ഏറ്റെടുത്തതിൻ്റെ ഫലമായിട്ട് ഞങ്ങൾക്ക് ഇതുവരെയും ഞങ്ങളുടെ തൊഴിലാളികൾക്ക് വേതനം ലഭിച്ചിട്ടില്ല. പക്ഷേ വേതനം എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് ആ വേതനം ലഭിക്കണമെന്നാണ് ഞങ്ങളുടെ എല്ലാ തൊഴിലാളികൾക്കും വേണ്ടിയുള്ള അഭ്യർത്ഥനയാണ് ഞാൻ പറയുന്നത്. എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് ആ വേതനം ലഭിക്കണം. പക്ഷേ വേതനം കിട്ടാത്തതിൻ്റെ ആ ഒരു ഇതിൽ ഞങ്ങൾ ഇതുവരെയും വർക്ക് വേണ്ട എന്നൊരു ഉദ്ദേശലക്ഷ്യം ഞങ്ങൾക്കില്ല. കാരണം ഞങ്ങളുടെ ഭരണസമിതി അത്രയ്ക്ക് ഞങ്ങൾക്ക് എല്ലാം കൊണ്ട് ഞങ്ങളുടെ പഞ്ചായത്ത്, ഞങ്ങളുടെ ബഹുമാനപ്പെട്ട പ്രസിഡന്റ്, ഞങ്ങളുടെ NREGയുടെ ഉദ്യോഗസ്ഥരെല്ലാവരും ഞങ്ങൾക്ക് നല്ല രീതിയിലുള്ള പ്രചോദനം ഞങ്ങൾക്ക് തരുന്നുണ്ട്. ഇപ്പം തൊഴിലുറപ്പ് 1,15 ലക്ഷം രൂപ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് വേതനം കിട്ടേണ്ടതായിട്ടുണ്ട്. അടിയന്തരമായിട്ട് ഇപ്പം ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ അവരുടെ കുട്ടികളൊക്കെ സ്കൂളിൽ പോകേണ്ട അവസ്ഥയാണ്. വളരെ ഈ സ്കൂൾ തുറക്കുന്നതായ ഈ സാഹചര്യത്തിൽ വളരെയധികം സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഈ തൊഴിലുറപ്പ് തൊഴിലാളികൾ നേരിടേണ്ടതായിട്ടുണ്ട്. കാരണം നമ്മുടെ ഹരിത കേരളം പദ്ധതിയുടെ ഭാഗമായിട്ട് ഈ വർക്ക് ഏറ്റെടുത്തതിന് ശേഷം കുട്ടികൾക്ക് വീടുകളിലായാലും കൊള്ളാം വെള്ളത്തിൻ്റെ ക്ഷാമം ഒരുവിധം മാറിക്കൊണ്ടിരിക്കുകയാണ് ഈ പദ്ധതി ഏറ്റെടുത്തതിന് ശേഷം. അപ്പോൾ തീർച്ചയായിട്ടും പാവപ്പെട്ട തൊഴിലുറപ്പ് തൊഴിലാളികൾ അവർ വർക്ക് ചെയ്ത വേതനം 1,15 ലക്ഷം രൂപ താമസം പിന്നെ അവർക്ക് കൊടുത്തില്ല എങ്കിൽ അവരുടെ കുട്ടികളെ സ്കൂളിൽ വിടാനായാലും ഒക്കെ സാമ്പത്തികമായി ബുദ്ധിമുട്ടുകൾ നേരിടുന്ന ഒരു സാഹചര്യം വരികയാണ്. എങ്കിലും റോഡരികിലെ പോച്ച ചെത്തുന്നവർ എന്ന് വിളിച്ച് തൊഴിലുറപ്പ് തൊഴിലാളികളെ അധിക്ഷേപിക്കുന്ന പ്രവണതയ്ക്ക് ഒരു മറുപടിയായി ബുധനൂരിലെ ഉദ്യമം. തൊഴിലുറപ്പ് തൊഴിലാളികളുടെ കാര്യം പറയുമ്പോൾ കേവലം റോഡ് സൈഡിലെ പുല്ല് ചെത്തുന്നുവെന്നും മറ്റും പരാതിയുള്ള ഈ ഉയരുന്ന സമയത്ത് ആസ്തി വർദ്ധിപ്പിക്കുന്ന തരത്തിൽ പ്രകൃതി വിഭവങ്ങളുടെ പുനരുജ്ജീവനവുമായി ബന്ധപ്പെട്ട ഏറ്റവും മാതൃകാപരമായ ഒരു പ്രവർത്തനമാണ് തൊഴിലുറപ്പ് തൊഴിലാളികൾ ഇവിടെ നടത്തിയിരിക്കുന്നത്. തൊഴിലുറപ്പിലെ ഏറ്റവും പ്രധാന ഒന്നാമത്തെ ഐറ്റമായിട്ട് പറഞ്ഞിരിക്കുന്നതാണ് പ്രകൃതി വിഭവങ്ങളുടെ സംരക്ഷണം, പ്രത്യേകിച്ച് മണ്ണ് ജല സംരക്ഷണ പ്രവർത്തനങ്ങൾ. അതിൽ ഏറ്റവും മാതൃകയാക്കാവുന്ന ഒന്നാണിത്. ഇപ്പോൾ പ്രധാനമന്ത്രി തന്നെ ഗംഗ പോലുള്ള നദികൾ ശുദ്ധീകരിക്കുന്നതിന് കോടിക്കണക്കിന് രൂപ മുടക്കുമ്പോഴാണ് കേവലം വളരെ തുച്ഛമായ കൂലിയിൽ ഈ 10,000-ഓളം തൊഴിലാളികൾ ഇടപെട്ട് ഈ 12 കിലോമീറ്റർ നീളമുള്ള നദി ശുചീകരിച്ചിരിക്കുന്നത്. ബുധനൂർ ഇന്ന് മഹത്തായ ഒരു മാതൃകയായി മാറിയിരിക്കുന്നു. കണ്ണൂരിലെ കാടാമ്പുഴ 5000 പേരെ ഒറ്റ ദിവസം ഇറക്കി പുനർജീവിപ്പിക്കാനാണ് ശ്രമിക്കുന്നത്. ചെങ്ങന്നൂരിലെ വരട്ടയാറിനും ശാപമോക്ഷം സമീപസ്ഥമാകുന്നു. ഇത് ഹരിത കേരളം പദ്ധതിയിൽ ബുധനൂർ ഞങ്ങളുടേത് മാത്രമായി, ഞങ്ങളുടെ NREG വർക്കേഴ്സിൻ്റെയും ഗ്രാമപഞ്ചായത്തിൻ്റെയും മാത്രമായ ഒരു പ്രവർത്തനമാണിത്. പക്ഷേ ഇതൊരു മാതൃക എന്നുള്ളത് ഇപ്പോൾ വരട്ടാർ മാതൃകയായി വന്നു. മന്ത്രിമാർ വരുന്നു, MLA വരുന്നു, പരിസ്ഥിതി പ്രവർത്തകർ അവിടെ ഇടപെടുന്നു. ഇന്നലെ കാടാമ്പുഴ എന്ന് പറഞ്ഞ കണ്ണൂരിൽ വലിയൊരു ഇതുപോലൊരു പദ്ധതി, ഇതാണ് അതിൻ്റെ തുടക്കം. ഞങ്ങളുടെ ഈ പ്രവർത്തനം കണ്ടുകൊണ്ട് കാടാമ്പുഴയിൽ 5000 ആളുകളെ ഇറക്കിക്കൊണ്ട് പദ്ധതി അവിടെ ആരംഭിച്ചിരിക്കുന്നു നമുക്ക് പറയാൻ കഴിയുന്നു. ഒട്ടേറെ പ്രസിദ്ധീകരണങ്ങൾ ഇതിനെ സംബന്ധിച്ചുള്ള വാർത്തകൾ പ്രസിദ്ധീകരിക്കുന്നു, മുഖപ്രസംഗം എഴുതുന്നു. അങ്ങനെ ഇതൊരു നൂതന മറ്റുള്ള ആളുകൾക്ക് മാതൃകയെന്ന് പറയുമ്പോൾ ഇതൊരു ഭഗീരഥ പ്രയത്നത്തിലൂടെ ഉണ്ടായ മാതൃകയാണല്ലോ. ഭൂതകാല പിഴവിന് തിരുത്തുമായി
700 സ്ത്രീകൾ ഒരുമിച്ചിറങ്ങിയപ്പോൾ ഹരിതരാഷ്ട്രീയത്തിലെ പ്രോജ്വല ഏടായി അത് മാറി. അതുകൊണ്ടാണ് ദേശീയ അന്തർദേശീയ മാധ്യമങ്ങളിൽ പോലും ഈ പെൺപെരുമ വലിയ വാർത്തയായത്. ഇതിൻ്റെ നിരന്തരമായ ആവർത്തനങ്ങളാണ് ഇന്ന് കാലം കേരളത്തോട് ആവശ്യപ്പെടുന്നത്. ലോക പരിസ്ഥിതി ദിനമായ ജൂൺ 5-ന് സംസ്ഥാനത്ത് 3 ഇനം മരങ്ങൾ കൂട്ടത്തോടെ വെട്ടിമാറ്റും. എന്നാൽ ഈ വൃക്ഷ നശീകരണത്തെ പ്രകൃതി സ്നേഹികളെല്ലാം ശ്ലാഘിക്കുകയാണ്. 3 ഇനം മരങ്ങൾ സാമൂഹിക വനവത്കരണത്തിനായി നട്ടുപിടിപ്പിക്കുന്നതും സംസ്ഥാന സർക്കാർ നിരോധിച്ചു. ആ ശബ്ദവൃക്ഷങ്ങളെക്കുറിച്ചാണ് അടയാളത്തിൽ അടുത്തത്. ഇനി കേരളത്തിൽ യൂക്കാലിപ്റ്റസ് ഗ്രാൻഡിസ് കാറ്റാടി മരങ്ങൾ നടില്ല. ഈ 3 ഇനം മരങ്ങൾ കേരളത്തിൻ്റെ ജൈവ വ്യവസ്ഥയ്ക്കുണ്ടാക്കുന്ന ആഘാതം പരിഗണിച്ച് ഇവയ്ക്ക് നിരോധനം തന്നെ ഏർപ്പെടുത്തി. ഇവ ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് വെട്ടിമാറ്റാനും തുടങ്ങും. പരിസ്ഥിതി പ്രവർത്തകരെല്ലാം ഈ നീക്കത്തെ പിന്തുണയ്ക്കാൻ കാരണം ഈ വിദേശ വൃക്ഷ ഇനങ്ങൾ ഉണ്ടാക്കുന്ന ജൈവ വിനാശം പരിഗണിച്ചാണ്. യൂക്കാലിപ്റ്റസ് എന്ന ജനറിക് നാമത്തിലുള്ള വൃക്ഷങ്ങൾ ഓസ്ട്രേലിയയിൽ നിന്നാണ് മലയാള മണ്ണിലേക്ക് കൊണ്ടുവന്നത്. യൂക്കാലിപ്റ്റസ് മരങ്ങളെ കുഴൽ കിണറുകൾ എന്നാണ് വിളിക്കുന്നത്. കാരണം ഭൂഗർഭാന്തരങ്ങളിൽ നിന്ന് തന്നെ ഈ മരങ്ങൾ ജലം വലിച്ചെടുക്കും. വിദേശ രാജ്യങ്ങളിൽ ചതുപ്പ് പ്രദേശങ്ങളിലെ ജലം ഊറ്റിക്കളഞ്ഞ് തരിശാക്കാനാണ് ഈ മരങ്ങൾ ഉപയോഗിക്കുന്നത്. എന്നാൽ കേരളത്തിൽ അതിവിലോലമായ പശ്ചിമഘട്ട മലനിരകളിലാണ് യൂക്കാലിപ്റ്റസ് ഗ്രാൻഡിസ് കാറ്റാടി മരങ്ങൾ നട്ടുപിടിപ്പിച്ചിരിക്കുന്നത്. അതിവേഗം വളരുന്ന യൂക്കാലിപ്റ്റസ് മറ്റ് സ്വാഭാവിക മരങ്ങൾ വളരാൻ അനുവദിക്കില്ല. അങ്ങനെ യൂക്കാലിപ്റ്റസ് തോട്ടങ്ങൾ ഭൂമിയെ ഊഷരമാക്കും. ഒന്ന്, ഇക്കോളജിക്കൽ ഡിസ്റ്റർബൻസ്, അതായത് ഒരു സ്വാഭാവിക ആവാസ വ്യവസ്ഥയ്ക്ക് ഉണ്ടാകുന്ന നാശം. നമ്മൾക്കറിയാം ഇത് നല്ല ഫാസ്റ്റ് ഗ്രോയിങ് ആണ്. അതുപോലെ തന്നെ ചുറ്റുമുള്ള എല്ലാ ഒരു ആവാസ വ്യവസ്ഥയിൽ, ഉദാഹരണത്തിന് ഏത് തരം ഫോറസ്റ്റിലായാലും ഇതുകൊണ്ട് നട്ടു കഴിഞ്ഞാൽ അതിന് നമ്മുടെ നാടൻ സസ്യ ഇനങ്ങളെ അല്ലെ മറ്റ് ജീവികളെ ഒന്നും വളരാൻ അനുവദിക്കാത്ത രീതിയിലുള്ള വളർച്ച ഇത് കാണിക്കും. യൂക്കാലിപ്റ്റസ് മരങ്ങളുടെ ഇലകൾ മണ്ണിൽ അഴുകിച്ചേരാത്തതാണ്. ആ ഇലകൾ മണ്ണിന് മുകളിൽ ഒരു മെഴുകുപാളി പോലെ പ്രവർത്തിക്കും. അങ്ങനെ ചെറുസസ്യങ്ങളുടെയും മറ്റു വൃക്ഷങ്ങളുടെയും വളർച്ച പൂർണ്ണമായി തളർത്തും. പറഞ്ഞാൽ ഇതിൻ്റെ പൊഴിഞ്ഞ ഇലകൾ നിലത്തെ വീഴുകയും ഒരു മെത്ത പോലെ പ്രവർത്തിക്കുകയും സീഡ് ബാങ്ക് നമ്മുടെ ഭൂമിയിലൊക്കെ നമ്മൾക്കറിയാം, നമ്മൾ വെറുതെ ഒരു 2-3 മാസം വിട്ട് കഴിഞ്ഞാൽ അവിടെ പുൽച്ചെടികളും മറ്റും സ്വാഭാവികമായിട്ട് വളർന്നു വരും. അതിനുള്ള സാഹചര്യം ഇത് നശിപ്പിക്കുക. അതായത് സീഡ് ബാങ്ക്, സോയിൽ സീഡ് ബാങ്കിനെ നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടെയുള്ള ജൈവ വൈവിധ്യത്തെ മൊത്തം കാലക്രമേണ തുടച്ചു നീക്കുകയാണ് ഈ യൂക്കാലിപ്റ്റസ് ചെയ്യുന്നത്. ആവശ്യത്തിലുമധികം വെള്ളം വലിച്ചെടുത്ത് മണ്ണിന്റെ ഫലഭൂയിഷ്ഠത നശിപ്പിക്കുന്ന യൂക്കാലിപ്റ്റസ് മരങ്ങൾ ജന്തുജാലങ്ങളെയും നശിപ്പിക്കും. ഇത്തരം തോട്ടങ്ങളിൽ സൂക്ഷ്മജീവികൾ തൊട്ട് നാൽക്കാലികൾ പോലും വരില്ല. ഇത്തരം വൃക്ഷങ്ങളിൽ പക്ഷികൾ കൂടുകെട്ടാറുമില്ല. മറ്റുള്ള ജീവി വിഭാഗങ്ങൾക്ക്, ഉദാഹരണത്തിന് പറഞ്ഞാൽ നമ്മുടെ ഇലപൊഴിക്കും കാടുകളും അതിനോട് ചേർന്ന പുൽമേട് നമുക്ക് ധാരാളം കാണാം. ഹെർബിവോർസ്, അതായത് ഇലയും ചെറു കാടുകളൊക്കെ തിന്ന് ജീവിക്കുന്ന ജീവികൾ, അതിനെ തിന്ന് ജീവിക്കുന്ന കാർണിവോർസ് എന്ന് പറയും. കടുവയോ പുലിയോ അതുപോലുള്ള അങ്ങനെ ഒരു വളരെ സന്തുലിതമായ ഒരു ഇക്കോസിസ്റ്റമാണ് ഇവിടെയുള്ളത്. യൂക്കാലിപ്റ്റസ് നടുമ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഈ മരം മാത്രമേ ഉണ്ടാവുള്ളൂ. മറിച്ച് ഇവർക്കുള്ള ഫോഡർ സ്പീഷീസ്, ഫീഡിംഗ് ഗ്രൗണ്ട്സ് ഇതൊക്കെ നാശമാവും. ഈ ഒരു മോണോകൾച്ചർ പ്ലാന്റേഷൻ ഉണ്ടാകുകയും ഇവർക്കുള്ള മറ്റുള്ള ജീവികൾക്ക് ജീവിക്കാനുള്ള സാഹചര്യം നഷ്ടപ്പെടുകയും ചെയ്യുന്നു. 1980കളിലാണ് കേരളത്തിൽ യൂക്കാലിപ്റ്റസ് മരങ്ങൾ വ്യാപകമാകുന്നത്. സംസ്ഥാന സർക്കാർ തന്നെ സാമൂഹിക വനവത്കരണ പദ്ധതിയുടെ പേരിൽ ലോകബാങ്ക് സഹായത്തോടെ യൂക്കാലിപ്റ്റസ് നാട്ടിലെങ്ങും നട്ടു. 5 വർഷം കൊണ്ട് ഏക്കറിൽ 5 ലക്ഷം രൂപ കൊയ്യാമെന്ന മോഹത്തോടെ ഗ്രാൻഡിസ് തോട്ടകൃഷി ഹൈറേഞ്ചിൽ തുടങ്ങി. അത് വട്ടവട, കാന്തല്ലൂർ, പേപ്പാറ മേഖലകളിലൊക്കെ ഭൂമി ഊഷരമാക്കി. മാത്രമല്ല യൂക്കാലിപ്റ്റസ് പൂക്കുന്ന കാലത്ത് സമീപവാസികളിലൊക്കെ മാരകമായ ശ്വാസകോശ രോഗങ്ങൾ പിടിപെട്ടു. പ്ലാനിംഗ് ഇല്ല,
കാരണം നമ്മൾ അപ്പോഴത്തെ അന്നേരത്തെ റിക്വയർമെൻറ്റിനെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. അത് എന്താണ് ദൂരവ്യാപകമായ ഫലങ്ങൾ എന്തൊക്കെ ഉണ്ടാക്കും എന്നതിനെക്കുറിച്ച് നമ്മൾ അധികം പഠിക്കാത്തതാണ് പലതും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് യൂക്കാലിപ്റ്റസും സംഭവിച്ചത്. ഒരു കാലത്ത് പൾപ്പ് വുഡിന് വേണ്ടിയിട്ടോ അല്ലെ മറ്റുള്ള മരത്തിൻ്റെ റിക്വയർമെൻറ്റ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വളരെ പെട്ടെന്ന് വളരുന്ന യൂക്കാലിപ്റ്റസ് പോലുള്ള സാധനങ്ങൾ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഭൂതകാലത്തിൽ ചെയ്തൊരു തെറ്റ് ഇന്നത്തെ സർക്കാർ തിരുത്തിയിരിക്കുന്നു. മണ്ണിനെ ഊഷരമാക്കുന്ന വിദേശ വൃക്ഷങ്ങളെ നാം പിഴുതെറിയുകയാണ്. ഈ പരിസ്ഥിതി ദിനത്തിൽ 1 കോടി നാടൻ വൃക്ഷത്തൈകൾ നടും. അങ്ങനെ കേരളത്തിൻ്റെ ഭൗമമണ്ഡലത്തിൽ ചരിത്രപരമായൊരു കുതിപ്പിനാകും ഈ പരിസ്ഥിതി ദിനം സാക്ഷിയാവുക. നൈതികതയാണ് രാഷ്ട്രീയത്തെ തന്നെ മുന്നോട്ട് നയിക്കുന്നത്. നീതിയുടെ വ്യവഹാരത്തിലെ സന്തുലിതാവസ്ഥയ്ക്കായി നടക്കുന്ന പോരാട്ടമാണ് ആത്യന്തികമായ രാഷ്ട്രീയം. ആ രാഷ്ട്രീയ പ്രക്രിയയിൽ പങ്കാളിയായി അടയാളം ഇനിയും തുടരും.